സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിലവിൽ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ഒരു ന്യൂസിനെ പറ്റിയുള്ള ഒരു ബ്രേക്ക് ഡൗൺ ആണ്. ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന ഒരുപാട് പേരുണ്ടാവും, എന്നാൽ അറിയാത്ത പല ആൾക്കാരും ഉണ്ടാവും. നമ്മൾ രാവിലെ ലൈവിൽ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. സുചേത ദലാലിന്റെ ട്വീറ്റിന് ശേഷം സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളും അദാനി പോർട്സ്, അദാനി ബേസ് ചെയ്തിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഷെയർ പ്രൈസിൽ ഉണ്ടായിരിക്കുന്ന സംഭവ വികാസങ്ങളെ പറ്റിയിട്ട് നമുക്കുള്ള ഒരു ഐഡിയ വളരെ വ്യക്തമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോക്ക് മാർക്കറ്റ് സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം 14 വീഡിയോസ് അതിലുണ്ട്. അതുപോലെ തന്നെ ഓപ്ഷൻ സെല്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് ഈ കമ്മ്യൂണിറ്റിയിൽ കടന്നു വരുന്നവർ എന്തായാലും തന്നെ താഴെ ടെലിഗ്രാം ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യുക. അപ്ഡേറ്റ്സ് എല്ലാം അതിൽ കിട്ടുന്നതായിരിക്കും. ഇവിടെ ആയിരുന്നു എല്ലാത്തിന്റെയും തുടക്കം. സുചേത ദലാൽ ഒരു ട്വീറ്റ് ചെയ്തിരുന്നു. പ്രത്യേകിച്ച് ഒരു കമ്പനിയുടെ പേരും തന്നെ എടുത്തു പറയാതെ ചെയ്തിരുന്ന ഒരു ട്വീറ്റ് ആയിരുന്നു. ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പ്രൈസ് നല്ല രീതിയിൽ മുകളിലേക്ക് ഹൈപ്പ് ചെയ്യുന്നു, അതിലോട്ട് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് ഫണ്ട് പമ്പ് ചെയ്യുന്നത് ഫോറിൻ എൻറ്റിറ്റീസ് ആണെന്ന് മാത്രം പറഞ്ഞുകൊണ്ടുള്ള ട്വീറ്റ് ആയിരുന്നു. പക്ഷെ ആ ഒരു ട്വീറ്റിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിച്ചു ഏതാണ് ആ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. അതുപോലെ തന്നെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലായി. വളരെ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ വളരെയധികം ശക്തമായിട്ടുള്ള ഒരു പാരബോളിക് ആയിട്ടുള്ള ഒരു റാലി തന്നിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഏതാണെന്നുള്ളത് നമുക്കെല്ലാം വളരെയധികം വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. സോ അതിന്റെ ഭാഗമായിട്ട് വളരെ നല്ല രീതിയിലുള്ള ഒരു പാനിക് സിറ്റുവേഷൻ ആ ഒരു സ്റ്റോക്കിൽ തിങ്കളാഴ്ച ഉണ്ടായി എന്നുള്ളത് നമുക്കെല്ലാം വളരെ വ്യക്തമാണ്. അപ്പൊ എഴുതിയിൽ എണ്ണ അടിക്കുന്ന പറയുന്ന പോലെ ഇതിന്റെ കൂടെ തന്നെ എക്കണോമിക് ടൈംസിന്റെ ഭാഗത്തു നിന്ന് ഒരു ന്യൂസും വന്നിട്ടുണ്ടായിരുന്നു. അതായത് 3 ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിന്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തു. ആര്? NSDL ഫ്രീസ് ചെയ്തു. റീസെന്റ് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് പ്രകാരം ആ ഒരു 3 ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്റെ അല്ലെങ്കിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിന്റെ ബെനിഫിഷ്യറി ഓണർഷിപ്പിനെ പറ്റി വ്യക്തമായിട്ടുള്ള സഫീഷ്യന്റ് ഡിസ്ക്ലോഷർ ഇല്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് പ്രകാരം NSDL ഫ്രീസ് ചെയ്തു എന്നുള്ളതായിരുന്നു ETയിൽ വന്ന, എക്കണോമിക് ടൈംസിൽ വന്ന ആ ഒരു ന്യൂസ്. അപ്പൊ ആ ഒരു ന്യൂസ് വന്ന ശേഷം മോസ്റ്റ് ഓഫ് ദ അദാനിയുടെ സ്റ്റോക്കുകളും ലോ സർക്യൂട്ട് അടിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. ഈവൻ അത് നിഫ്റ്റിയും താഴേക്ക് കൊണ്ടുവന്ന് നമുക്ക് കാണാൻ സാധിച്ചു. പക്ഷെ അതിനുശേഷം അദാനിയുടെ ഭാഗത്ത് നിന്നും ഒരു ഡിസ്ക്ലോഷർ നമുക്ക് കിട്ടി. അതായത് ആ ഒരു ന്യൂസ് തങ്ങളെ കരിവാരി തേക്കാൻ വേണ്ടിയിട്ട് വെറുതെ മാധ്യമങ്ങൾ കെട്ടിച്ചമച്ചതാണ്. അതിൽ വ്യക്തമായിട്ടുള്ള ഒരു എവിഡൻസും ഇല്ല. ആ പറയുന്ന ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫ്രോസൺ അല്ല എന്നുള്ള രീതിയിലുള്ള ഒരു ന്യൂസും വന്നിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ NSDLും അദാനിക്ക് അനുകൂലമായിട്ടുള്ള ഒരു അനൗൺസ്മെന്റ് നടത്തുകയും അതിനുശേഷം സ്റ്റോക്കുകളെല്ലാം തിരിച്ച് ആ ഒരു ദിവസം തന്നെ തിരിച്ച് റാലി ചെയ്ത് മുകളിലേക്ക് പോകുന്നത് മിക്ക സ്റ്റോക്കുകളിൽ നമുക്ക് കാണാൻ സാധിച്ചു. പക്ഷെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് നമ്മുടേതായിട്ടുള്ള അനാലിസിസ് നടത്താനുള്ള സ്പേസ് ഇവിടെയുണ്ട്. സോ എന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ പറഞ്ഞ 3 കമ്പനികളുടെ പേര് ഓൾറെഡി പബ്ലിക് ആയിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്രിസ്റ്റ ഫണ്ട് ലിമിറ്റഡ്, അതുപോലെ തന്നെ അൽബുള ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്, APMS ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്, ഇത്തരത്തിലുള്ള 3 ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിന്റെ അക്കൗണ്ട് ആണ് ഫ്രീസ് ചെയ്തു എന്നുള്ള പേരിൽ ന്യൂസ് വന്നത്. അപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത് ഇവര് 3 പേരും മൊറേഷ്യസ് ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു രാജ്യത്തു നിന്നും ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ആണ്. എന്ന് മാത്രമല്ല 42,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഈ പറയുന്ന ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിന് അദാനി ഗ്രൂപ്പിലുള്ളത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോവുകയാണെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഈ ഡീറ്റെയിൽസ് കിട്ടും. ഇതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ആസ് പെർ ദ ലേറ്റസ്റ്റ് കോർപ്പറേറ്റ് ഷെയർ ഹോൾഡിംഗ് ഫയൽ, ക്രിസ്റ്റ ഫണ്ട് ലിമിറ്റഡ് പബ്ലിക്ലി ഹോൾഡ് 14 സ്റ്റോക്സ് വിത്ത് നെറ്റ് വർത്ത് ഓഫ് ഓവർ 13,812.7 CR. ഓക്കെ, അപ്പോൾ 13,812 ആണ് അതിന്റെ, അത്രയും കോടിയാണ് അതിന്റെ നെറ്റ് വർത്ത് എന്ന് പറയുന്നത്. നമുക്ക് എന്തായാലും അതിന്റെ ഗ്രോത്ത് നമുക്കിവിടെ ചാർട്ട് കാണാം. അതിന്റെ നെറ്റ് വർത്ത് എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് ആണ് കാണിച്ചിരിക്കുന്നത് കഴിഞ്ഞൊരു 1 ഇയറിൽ. അപ്പൊ അതിന്റെ ഫണ്ട് അലോക്കേഷനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വളരെ കൃത്യമായിട്ട് കാണാം. ഒരു പേര് വളരെയധികം എടുത്ത് നിൽക്കുന്നത് വളരെ ക്ലിയർ ആയിട്ട് കാണാം. ശരിയല്ല? അദാനി ട്രാൻസ്മിഷൻ, അദാനി എന്റർപ്രൈസ്, അദാനി ടോട്ടൽ ഗ്യാസ്. അപ്പൊ ഈ 3 സ്റ്റോക്കുകളിലായിട്ട് 6,254 കോടിയും 5,000 കോടിയും 2,000 കോടിയും ഇൻവെസ്റ്റ് ചെയ്ത ശേഷം ബാക്കി സ്റ്റോക്കുകൾ വരുമ്പോൾ അത് 100ഉം 80ഉം 60ഉമായിട്ട് ചുരുങ്ങി താഴോട്ട് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത്രയും വലിയൊരു നെറ്റ്വർത്ത് ഉള്ള ഈ ഒരു ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിലെ 97% ഓളം അവരുടെ നെറ്റ്വർത്ത് അവർ അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന അദാനി ഗ്രൂപ്പിലാണ് എന്നുള്ളതാണ് മറ്റൊരു രസകരമായ കാര്യം. രണ്ടാമത് ഫ്രീസ് ചെയ്തിരുന്നു എന്ന് പറയപ്പെട്ട കമ്പനിയുടെ പേര് അൽബുള ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് എന്നാണ്. അപ്പൊ ഈ ഒരു കമ്പനിയുടെ 18 സ്റ്റോക്കിലും 13,283 കോടി അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഗ്രോത്ത് ചാർട്ട് നമുക്ക് കാണാം. വളരെ ഷാർപ്പായിട്ടുള്ള അസ്വാഭാവികമായിട്ടുള്ള ഒരു ഗ്രോത്ത് അവിടെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവരുടെ ഫണ്ട് അലോക്കേഷനിലേക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അദാനി എന്റർപ്രൈസസ്, അദാനി ട്രാൻസ്മിഷൻ, അദാനി ടോട്ടൽ ഗ്യാസ്, അദാനി ഗ്രീൻ. ഓക്കെ, ഇവിടം വരെയുള്ള
അദാനി സ്റ്റോക്കുകളായിട്ട് 3600, 3500, 3000, 2300 കോടികൾ ഇൻവെസ്റ്റ് ചെയ്ത ശേഷം ബാക്കി താഴോട്ട് വരുന്ന സ്റ്റോക്കുകളെല്ലാം അത് ഓരോ അക്കം വെച്ച് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് വളരെ നല്ല രീതിയിൽ കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്താൽ കാണാൻ പറ്റും. അവിടെയും നമുക്ക് വളരെ രസകരമായിട്ടുള്ള ഒരു പാറ്റേൺ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം 13,283 കോടിയിൽ 95% ആൽബുള അദാനിയിലാണ് ഫോക്കസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നെക്സ്റ്റ് APMS ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. അപ്പൊ ഈ ഒരു കമ്പനിയുടെയും ഗ്രോത്ത് നമുക്കിവിടെ വളരെ ക്ലിയർ ആയിട്ട് കാണാം. മറ്റ് രണ്ട് കമ്പനിയുടെയും ഗ്രോത്തിന്റെ അതേ ചാർട്ടിലാണ് അത് നിൽക്കുന്നത്. ഓൾമോസ്റ്റ് നമുക്ക് ഇതിനകത്തുള്ള അലോക്കേഷൻ നോക്കുകയാണെങ്കിൽ അദാനി ഗ്രീൻ, അദാനി ടോട്ടൽ ഗ്യാസ്, അദാനി ട്രാൻസ്മിഷൻ, അദാനി എന്റർപ്രൈസസ്, ഈ 4 സ്റ്റോക്കുകളിലായിട്ട് ഇവരുടെ പാറ്റേൺ നോക്കുക, ഹോൾഡിംഗ് വാല്യൂ നോക്കുക. 4300, 4400, 4300, 2900, 2800. പിന്നീട് സ്ഥിരം പോലെ തന്നെ കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാം. ഈ ഒരു പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് കമ്പനിയുടെ 96% നെറ്റ്വർത്തും അലോക്കേറ്റ് ചെയ്തിരിക്കുന്നതും അദാനിയിൽ ഫോക്കസ് ചെയ്തിട്ടാണ്. നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമായി വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാവുന്ന ഒരു പാറ്റേൺ മാത്രമാണ് ഈ 3 കമ്പനികളും കൂടുതലായിട്ടും ഫണ്ട് പമ്പ് ചെയ്തിരിക്കുന്നത് ഈ കഴിഞ്ഞ ഒരു വർഷം അദാനിയിലേക്കാണ്. അത് തന്നെയാണ് അവർക്ക് വന്നിട്ടുള്ള മേജർ ആയിട്ടുള്ള എക്സ്പോണൻഷ്യൽ ഗ്രോത്തിനുള്ള കാരണവും ആ പറയുന്ന ഫണ്ടാണ്. ഏറ്റവും രസകരമായ കാര്യം എന്ന് പറയുന്നത് ഈ 3 കമ്പനിയുടെയും അഡ്രസ്സ് മൊറീഷ്യസ് ആണ്. മൊറീഷ്യസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് ഇത് 3. അതുപോലെ തന്നെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് പോലും ഇല്ലാത്ത ഒരു കമ്പനിയാണ്. പ്രോപ്പർ ആയിട്ടുള്ള ബെനിഫിഷ്യറി ഡീറ്റെയിൽസ് ഈ കമ്പനിക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഇല്ല എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള സിവേരിയയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ വളരെ അലേർട്ടായിട്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ്. പ്രോപ്പർ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റും സെബിയുടെ ഭാഗത്തു നിന്ന് വ്യക്തമായിട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് വളരെ വിഷമകരമായ ഒരു കാര്യം. എന്തായാലും ഇത് വെറും അസംഷൻസ് മാത്രമായിട്ട് നിലനിൽക്കുന്നു. നമുക്ക് അലേർട്ടായിട്ടിരിക്കാം, വ്യക്തമായിട്ട് മുമ്പോട്ട് പോകാം.